ഇന്ന് യൂട്യൂബ് ചാനലുകളിൽ ഒത്തിരി ഡോക്ടർമാർ, ആയുർവേദ ഡോക്ടർമാർ ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും പല രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതൊക്കെ കേട്ടാലും അതിൻ്റെ താഴെ ധാരാളം കമൻറ്റുകളുടെ രൂപത്തിൽ ആൾക്കാർ വീണ്ടും, സാധാരണക്കാരായ ജനങ്ങൾ വീണ്ടും നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ എനിക്കും ഉണ്ട് ഈ ആയുർവേദ ചികിത്സാ രംഗത്തെക്കുറിച്ച് കുറേ സംശയങ്ങൾ. ആ സംശയങ്ങൾക്കൊക്കെ പരിഹാരം ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഡോക്ടറോട് തന്നെ ചോദിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാം. പണ്ട് മുതലേ ഉള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതി, ഈ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് മെയിനായിട്ട് വാതരോഗങ്ങൾക്ക് മാത്രമാണെന്നാണ്. തിരുമല, ഉഴിച്ചില്, ബോഡി പെയിന്, അതുമൊക്കെയായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് മാത്രമാണ് ആയുർവേദത്തിൽ ഉള്ളതെന്നാണ് പൊതുവായ ഒരു ധാരണ. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ല. പഴയ തലമുറ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയുടെ മാത്രം ചിന്തയാണ് അങ്ങനെയെന്നാണ്. ആയുർവേദം വളരെ പുരാതനമായ ഒരു ചികിത്സാ രീതിയാണ്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ടെക്സ്റ്റൽ റെഫറൻസുകളൊക്കെ ആ സമയം മുതലുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ സമയം മുതൽ തന്നെ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഉള്ള ഒരു ശാസ്ത്ര ശാഖയായിരുന്നു ആയുർവേദം. ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഒരു കേട്ടറിവിലും ഉണ്ടാവും അഷ്ടാംഗ ഹൃദയം അല്ലെങ്കിൽ അഷ്ടാംഗ സംഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചിട്ട് ആയുർവേദമായി ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ അഷ്ടാംഗം എന്ന് പറയുന്നത് അതിനകത്തൊരു സ്പെഷ്യാലിറ്റി ചികിത്സയാണ് അത് സൂചിപ്പിക്കുന്നത്. 8 അംഗങ്ങളായിട്ട് അല്ലെങ്കിൽ 8 ഡിവിഷൻസ് ആയിട്ടാണ് ആയുർവേദത്തെ വേർതിരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സിസ്റ്റം നമുക്ക് മോഡേൺ സിസ്റ്റം ആയിരിക്കും. ഇപ്പൊ മോഡേൺ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ജനറൽ മെഡിസിൻ, പിന്നെ ഓഫ്താൽമോളജി, അല്ലെങ്കിൽ ഓർത്തോപീഡിക്സ്, അല്ലെങ്കിൽ പീഡിയാട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ്. ആയുർവേദത്തിൽ സംസ്കൃത ഭാഷ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പേരുകൾ ആർക്കും പരിചിതമല്ലാതെ ആയിപ്പോയതാവാം. ഇതിന്റെ ഈ സ്പെഷ്യാലിറ്റികളെ ആളുകളിലേക്ക് എത്തുന്നതിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ പുറകോട്ട് പോയിട്ടുണ്ടാവും, തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ 8 സ്പെഷ്യാലിറ്റികളാണുള്ളത്. കായ, ബാല, ഗൃഹ, ഊർധ്വാംഗ, ശല്യ, ദംഷ്ട്ര, ജര, വൃഷ എന്നാണ് പേര്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ടീച്ചർക്ക് അത് സംശയമായി ഇത് എന്താ പറയുന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞത് ഞാൻ കായ ചികിത്സ എന്നാണ്. കായ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ മെഡിസിൻ, അതാണ് കായ ചികിത്സ. കായം ശരീരം. അപ്പം കായ ചികിത്സ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള അതിൽ നമ്മുടെ ജനറൽ ആയിട്ട് വരുന്ന കാറ്റഗറിയിൽ വരുന്ന പനി, ജലദോഷം, ചുമ, തലവേദന, വയറുവേദന, മൂത്രത്തിൽ പഴുപ്പ്, ഛർദി, ഇങ്ങനെ സാധാരണമായിട്ട് നമ്മൾ നിരന്തരം വന്നു പോകുന്ന കാണുന്ന രോഗങ്ങളെ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ്. അപ്പൊ അത് ജനറൽ മെഡിസിൻ ആയി. അടുത്തത് പറഞ്ഞത് ബാലചികിത്സ. പേരിൽ തന്നെ ഉണ്ട് ടീച്ചർ, കുട്ടികൾ. ബാലചികിത്സ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിനെ കൗമാരഭൃത്യം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പൊ അത് പീഡിയാട്രിക്സ് വിഭാഗമാണ്, ആയുർവേദത്തിന്റെ പീഡിയാട്രിക്സ് വിഭാഗമാണ്. അപ്പോൾ അതിനുശേഷം അടുത്തത് കായ, ബാല, ഗൃഹ ചികിത്സ എന്ന് പറയും. ഇപ്പൊ ഗൃഹ ചികിത്സ അല്ലെങ്കിൽ ഗ്രഹ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് അധികം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ചികിത്സാ വിഭാഗമാണ്. അത് നമ്മൾ പഴമക്കാർ പറയുന്ന ചില നമുക്ക് പേരറിയാത്ത കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാരണം അറിയാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊരു കരച്ചിൽ വന്നു. അതിന്റെ കാരണം അറിയില്ല, നമുക്കൊരു കണ്ടീഷൻ അറിയാതെ. അപ്പോൾ അതിന് ചില പേരുകൾ, ഇപ്പൊ പൂതന എന്നൊക്കെ പറഞ്ഞുള്ള പഴയ പേരുകൾ അതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്ന ആ ഒരു വിഭാഗത്തിനാണ് ഗ്രഹ ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ ഇന്നത്തെ കാലത്ത് ഈ 21ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഡിസീസുകളൊന്നും ഇല്ലാത്തൊരു കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പ്രാക്ടീസ് നിലവിലില്ല. കായ, ബാല, ഗൃഹ, ഊർധ്വാംഗ ചികിത്സയാണ് അടുത്തത്. ഊർധ്വ അംഗ ചികിത്സ, അത് പേരിൽ അതുണ്ട്, പക്ഷെ നമ്മൾ അത് ശാലാക്യ തന്ത്രം എന്നാണ് നോർമലി അതിന്റെ പറയുന്ന പേര്. അപ്പൊ ഊർധ്വാംഗ ചികിത്സ, ഊർധ്വാംഗം മുകളിലെ ഭാഗത്തുള്ള അവയവങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സ, ശരീരത്തിന്റെ മുകൾ ഭാഗത്തുള്ള ചികിത്സ. ENT നമ്മൾ മോഡേൺ മെഡിസിനിൽ കേട്ട് പരിചയമുള്ള ENT ആണ് ഇവിടെ ശാലാക്യ തന്ത്രമാവുന്നത്. അതിൽ തന്നെ ENTയിൽ ഉൾപ്പെടാതെ അവിടെ ഒഫ്താൽമോളജി സെപ്പറേറ്റ് ആയിട്ടുള്ളത്, ഇവിടെ ഒഫ്താൽമോളജിയും കൂടി ഈ ENTയുടെ കൂടെ ഉൾപ്പെടും.
എല്ലാം കൂടെ ചേർത്ത് ശാലാക്യതന്ത്രം എന്ന് പറയും. കായ ചികിത്സ, കായ ബാല ഗൃഹ ഊർധ്വാംഗ ചികിത്സ. അടുത്തത് ശല്യ ചികിത്സ. അപ്പൊ ആ പേരിലൊന്നും മനസ്സിലാവുന്നില്ല. ശല്യം ചെയ്യുന്ന ചികിത്സ എന്നാണ് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുക. പക്ഷെ അത് പഴയ കാലത്ത് ഈ ശല്യം എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും ഒരു മുറിവുണ്ടായ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു അഭിഘാതം കൊണ്ട്, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ കൊമ്പ് കൊണ്ടിട്ട് അല്ലെങ്കിൽ മുള്ളു കൊണ്ടിട്ട് തറയ്ക്കുന്നത്, അതാണ്. അന്ന് പഴയ കാലത്ത് ചിലപ്പോൾ അത് അമ്പും വില്ലുമൊക്കെ ആയിരിക്കും. ഇപ്പൊ വില്ല് കൊണ്ടിട്ട് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന മുറിവുകൾക്ക്, ക്ഷതങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ചികിത്സകൾ, അതാണ് ശല്യതന്ത്രം. ആയുർവേദത്തില് ശല്യതന്ത്രം എന്ന് പറയുന്നത് സർജറിയാണ്. ശരിക്കും ആയുർവേദത്തിലാണ് ഏറ്റവും ആദ്യം സർജറി ഒക്കെ പ്രാക്ടീസ് ചെയ്തത്. ഈ ശല്യതന്ത്രം ആയുർവേദത്തിൽ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങള് ഒട്ടും അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല. പക്ഷെ സർജറിയുടെ പിതാവായിട്ട് ഇപ്പോഴും നമുക്കറിയാലോ, സുശ്രുതനാണ് സർജറിയുടെ പിതാവ്, അല്ലെ? സുശ്രുത സംഹിത ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് സർജറിയാണ് ശല്യതന്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ കായ ബാല ഗൃഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട്ര. അടുത്ത ചികിത്സ ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ എന്താ? ദംഷ്ട്ര നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? പല്ല്, അതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ജീവിയുടെ പല്ല് കൊണ്ടിട്ടുണ്ടാവുന്ന അസുഖങ്ങൾക്ക് വേണ്ട ചികിത്സ ദംഷ്ട്ര ചികിത്സ, അതല്ലെങ്കിൽ വിഷ ചികിത്സ. അപ്പൊ വളരെ കോമൺ ആയിട്ട് വിഷ ചികിത്സ ആയുർവേദത്തിൽ ഒരു കാലഘട്ടത്തിൽ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. അതിപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ആ ചികിത്സ കൂടുതൽ ആൾക്കാർ ആയുർവേദത്തിനെ ആശ്രയിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ആയുർവേദം ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നതും ചെയ്യുന്നതുമായ ശാസ്ത്രശാഖ, അല്ലെങ്കിൽ അതിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അഗതതന്ത്രം എന്നാണ് അതിന്റെ പേര്. അഗതതന്ത്രം. അപ്പൊ അങ്ങനെയുള്ള ആ പേരുകൾ നമ്മളെ ചിലപ്പം അകറ്റി തീർന്നാണ്, അറിയില്ല. ഒരു അഗതതന്ത്രത്തിൽ എം ഡി ഉള്ള ഒരു ഡോക്ടർ, അഗതതന്ത്ര PG ഉള്ള ഡോക്ടർ എം ഡി എഴുതി കഴിഞ്ഞാൽ ആ ഡോക്ടർ ചിലപ്പോൾ എന്തിനെയാണ് ചികിത്സിക്കുന്നത്, ഏത് ചികിത്സ എന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷമം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു. കായ ബാല ഗ്രഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട്ര എന്ന് പറഞ്ഞു. അടുത്തത് ജര ചികിത്സ. ജര ചികിത്സ എന്ന് പറയുമ്പോൾ ജെറിയാട്രിക്സ് നേരിട്ടുണ്ട്. അപ്പൊ ഈ പ്രായമായ ആൾക്കാർക്ക് വേണ്ട സംരക്ഷണം, കെയർ കൊടുക്കുന്നത്. ഇപ്പൊ മോഡേൺ മെഡിസിനിലൊക്കെ ജെറിയാട്രിക്സ് ക്ലിനിക്കുകൾ ആരംഭിച്ചു തുടങ്ങി, അല്ലെ? ഇപ്പൊ പക്ഷെ ഇത് എത്രയോ കാലം മുമ്പ് തന്നെ ഈ ജെറിയാട്രിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് വൃഷൈഹി, അത് രസായന ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. അതിലാണ് നമുക്ക് ഈ അഫ്രോഡൈസിയാക് ഒക്കെ പറയുന്ന, ഈ ഇപ്പൊ നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ട് നമ്മൾ പറയുന്ന ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരുന്ന മേഖലയാണത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ടീച്ചർ ഇപ്പൊ ചോദിച്ച ചോദ്യം, ഇത്രയും ഡിവിഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. അല്ലാതെ നമ്മളിപ്പോ പറഞ്ഞപ്പോ ടീച്ചർ ചോദിച്ച ചോദ്യം വാദത്തിന് അല്ലെങ്കിൽ വേദനയ്ക്ക് ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതിനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, അല്ലെ? പക്ഷെ അതെല്ലാം ഇപ്പൊ ഈ ശല്യതന്ത്രത്തിലും കായ ചികിത്സയിലൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ എത്രയോ ഡീപ്പായിട്ട് ഈ ഓരോന്നിനെയും പ്രത്യേകം പ്രതിദാനം ചെയ്ത് അതിന് ഏറ്റവും വ്യക്തമായ ചികിത്സ പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാനസിക ചികിത്സ, മാനസിക രോഗത്തിനുള്ള ചികിത്സ, ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടിയുള്ള ചികിത്സകളും കൂടെ ഉൾപ്പെടുന്ന അത്രയ്ക്കും ജനങ്ങൾക്ക് അത്രയ്ക്കും വലിയ വിശാലമായ ശാഖയാണ് ആയുർവേദം. ഓക്കെ. അപ്പൊ പൊതുവെ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, ഈ ആയുർവേദ ട്രീറ്റ്മെന്റില് മരുന്ന് കഴിക്കുമ്പോൾ ഉള്ള രോഗാവസ്ഥ ഒന്നുകൂടി കൂടിയിട്ടാണ് പിന്നെ അത് ആ മരുന്ന് പിടിച്ച് നമ്മുടെ രോഗം കുറഞ്ഞു വരിക എന്നുള്ളത്. ആ കൂടുന്ന സമയത്ത് ഇപ്പോൾ പെയിനൊക്കെ, ബോഡി പെയിൻ ഒക്കെ ആണെങ്കിൽ കൂടുന്ന സമയത്ത് അസഹനീയമായിട്ട് അവർക്ക് അത് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പെട്ടെന്ന് അത് നിർത്തിവെക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇതിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ ഈ ആയുർവേദ മരുന്നുകൾക്ക്? കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ? ടീച്ചർ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. ആയിക്കോട്ടെ. സൈഡ് എഫക്ട്സുകൾ ഉണ്ടോ ആയുർവേദത്തിന് എന്നുള്ളതാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രത്യേകിച്ച് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആയുർവേദത്തിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും ആയുർവേദത്തിന് സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. നമുക്ക് ഒരു ചികിത്സയാവുമ്പോൾ നമുക്കൊരു അതിന്റെ ചില മാത്രകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ നിർദ്ദേശിക്കുന്ന മാത്രകൾ, അളവുകൾ. ഈ അളവുകോലിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് സൈഡ് എഫക്ട്സുകൾ വരും. ആയുർവേദത്തിൽ നമ്മൾ കാഷ്ടൌഷധീസ്, രസൌഷധീസ് എന്ന് പറഞ്ഞ 2 തരത്തിലാണ് മരുന്നുകളെ തരംതിരിച്ചിട്ടുള്ളത്. കാഷ്ടൌഷധീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഹെർബൽ ആയിട്ടുള്ള ഒറിജിൻ ആയിട്ടുള്ള മെഡിസിൻസ്. രസൌഷധീസ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ഒറിജിൻ ആയിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ ആയുർവേദത്തില് ഇത് കൂടാതെ തന്നെ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നതും ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്, ഇത് രണ്ടിലും പെടാത്തതായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്.
അപ്പൊ ഇതൊക്കെ ഈ ഇപ്പൊ മെറ്റാലിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെറ്റൽ ഹൈ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈഡ് എഫക്ട്സ് വരും അല്ലേ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് മെഡിസിൻ ആക്കിയിട്ട് ഉപയോഗിക്കുന്നത്, അതിനാണ് ആയുർവേദത്തിൽ അതിൻ്റെതായ ഓരോ ദ്രവ്യങ്ങൾക്കും അതിൻ്റെതായ ശോധന ക്രമങ്ങളുണ്ട്. അതിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രൊസീജിയറുകളുണ്ട്. ഈ പ്രൊസീജിയർ ശുദ്ധീകരിച്ച് അപ്പൊ ഓരോന്നും ശുദ്ധീകരിക്കുന്നതിന് ഓരോ തരത്തിലുള്ള പ്രക്രിയകളാണ്. അപ്പം ഒരു സാധനം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെയല്ല. അപ്പൊ അതിന് കഴുകി ശുദ്ധീകരിക്കുന്നതാണെങ്കിലും അതിനെടുക്കുന്നത് അതിൻ്റെതായ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലെ അതിന് ആന്റിഡോട്ട് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേറൊരു ഔഷധമായിരിക്കാം. അപ്പൊ അങ്ങനെ അത് പിന്നെ അതിന് ഓരോ പ്രൊസീജിയേഴ്സിന് ഓരോ പേരുകൾ തന്നെയുണ്ട്. ഓരോന്നിനും ഇപ്പൊ മാരണക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രൊസീജിയറുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ കൂടി കടത്തി വിട്ടിട്ട് ഇതിന്റെ ടോക്സിസിറ്റി ഇല്ലാതെ ആക്കിയിട്ട് അതിനെ മെഡിസിൻ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് തന്നെ വീണ്ടും ചില കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു അളവുണ്ട്. ഇതിനെ നമ്മൾ ഡീടോക്സിഫൈ ചെയ്ത് മെഡിസിൻ ആക്കി ഉപയോഗിക്കുമ്പോഴും അതിന് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു അളവുണ്ട്. ആ അളവ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സുകൾ ഒന്നും തന്നെ ഇല്ല. അതായത് ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടർ പറയുന്ന അതേ ഡോസേജ് ഉപയോഗിച്ചാൽ അല്ലെ, എത്ര നാളത്തേക്കാണോ ആ ട്രീറ്റ്മെന്റ് അത് കൃത്യമായിട്ട് പാലിച്ചാൽ യാതൊരു സൈഡ് എഫക്ട്സുകളും ഇല്ല. അതല്ലെങ്കിൽ ഈ അളവുകോലുകളെ കടന്നുള്ള ചികിത്സ അത് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് പൊതുവെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിനിടയിൽ ആയുർവേദത്തിന് സൈഡ് എഫക്ട്സുകൾ ഇല്ല എന്നുള്ള ചില ധാരണകൾ കൊണ്ട് ഡോക്ടർ ഒരു തവണ കുറിക്കുന്ന മരുന്ന് കുറിപ്പടി ഉപയോഗിച്ച് ഡോക്ടർ അറിയാതെ അല്ലെങ്കിൽ ചികിത്സകൻ അറിയാതെ അത് ആവർത്തിച്ച് കഴിക്കാനിടയാകുമ്പോൾ സൈഡ് എഫക്ട്സുകൾ വന്നേക്കാം. അത് ഏത് തരത്തിലുള്ള മരുന്നിനാണെങ്കിലും ഇപ്പൊ നമ്മൾ ഹെർബൽ പ്രിപ്പറേഷൻസ് അതിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ അതിനകത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് പിന്നെ സ്വരസം എന്ന് പറയും. സ്വരസം എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മളൊരു പച്ചമരുന്ന് പറിച്ചെടുത്ത് സമൂലം കഴുകി വൃത്തിയാക്കി അതിനെ ചതച്ച് അതിന്റെ നീരെടുക്കുന്നതിനെ സ്വരസം എന്ന് പറയും. അത് ആയുർവേദ ചികിത്സയിൽ അതെ. അപ്പോൾ ആയുർവേദത്തിലെ കോമ്പിനേഷൻസ് ആണ് പലപ്പോഴും മരുന്നാവുന്നതെങ്കിലും ഇവിടെ സ്വരസം എന്ന് പറയുന്നത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഡോസേജാണ്. അപ്പൊ അത്രയും ഹെവി ആയിട്ടുള്ള ആ സ്വരസത്തിനെ അതിൽ ഉപയോഗിക്കേണ്ട ദിവസം അല്ലെ ഒരു ദിവസം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ ദിവസത്തിലേക്ക് നീണ്ടു പോകുമ്പോൾ സൈഡ് എഫക്ട്സുകൾ വരാം. അത് ഹെർബൽ ഒറിജിൻ ആണെങ്കിലും അത് മെറ്റാലിക് ഒറിജിൻ ആണെങ്കിലും അതിന്റെ അളവിൽ ഒരു രോഗിയുടെ തൂക്കത്തിനും ആ രോഗിയുടെ രോഗാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് അളവ് നിർദ്ദേശിച്ചിട്ടാണ് രോഗിക്ക് കൊടുക്കുന്നത്. ഈ അളവ് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല. അതായത് ഓരോ ഘട്ടത്തിലും ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ അതെ മറ്റെല്ലാ ചികിത്സാ രീതിയും പോലെ തന്നെ സുരക്ഷിതമായി ചികിത്സ ചെയ്യാൻ അവിടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ധൈര്യമായിട്ട് മറ്റു സൈഡ് എഫക്ട്സുകൾ ഇല്ലാതെ എല്ലാവരും പറയുന്ന പോലെ തന്നെ സ്വീകരിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിൽ നമുക്ക് അതിന് സൈഡ് എഫക്ട്സുകൾ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ടീച്ചർ ചോദിച്ച പിന്നെ ആദ്യത്തെ ചോദ്യം കൂടിയിട്ടാണോ കുറയുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ സംഭവിക്കാറില്ല. വളരെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ആ രോഗത്തിന്റെ അവസ്ഥ അറിയാതെയുള്ള ചികിത്സ വരുമ്പോഴാണ്. ആ രോഗം ഏത് അവസ്ഥയിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ അത് ചികിത്സകന് കഴിയാതെ വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണത്. ആ രോഗത്തിന്റെ പല അവസ്ഥകളുണ്ട്. ഒരു ആമാവസ്ഥയിലാണ് നമ്മൾ ആ രോഗത്തെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ ആമാവസ്ഥ പരിഹരിക്കാനുള്ള ചികിത്സ കൊടുക്കാതെ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ ആ ചികിത്സ പോവുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അത് ചികിത്സകന്റെ പ്രാക്ടീസിൽ അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ആ രോഗിയുടെ രോഗം തിരിച്ചറിഞ്ഞതിലോ അല്ലെങ്കിൽ ആ രോഗ കാരണമായിട്ടുള്ള ദോഷത്തെ തിരിച്ചറിഞ്ഞതിലോ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞതിലോ ഉള്ള വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഒരു ചികിത്സകൻ മനസ്സിലാക്കിയിട്ട് ചികിത്സ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത തീരെയില്ല. ഇപ്പൊ ഈ പറഞ്ഞു വന്നപ്പോഴൊരു വാക്ക് ഡോക്ടർ പറഞ്ഞു രോഗകാരണം. അപ്പൊ രോഗകാരണത്തെ കണ്ടെത്തി അതിന് വേരോടെ പിഴുതു മാറ്റണം. അല്ലേ? അതെ. ആ രോഗകാരണത്തെ കണ്ടെത്തുമ്പോഴും ആയുർവേദത്തിലെ രോഗകാരണത്തെ കണ്ടെത്തുന്നതിൽ അതിന് ദോഷത്തിനും ദൂഷ്യത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട്. ആ ദോഷത്തിന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. അതിന്റെ ഒരു അവസ്ഥ ഏത് സ്റ്റേജിലാണ് ആ ഒരു ഘടകത്തിനനുസരിച്ചിട്ടും കൂടി ചികിത്സ നിർദ്ദേശിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത് എല്ലാ രോഗത്തിനും അങ്ങനെ സംഭവിക്കില്ല. അത് വളരെ അപൂർവമായി ഈ ചികിത്സകന്റെ കയ്യിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ രോഗി വരുന്നതിന്റെ എനിക്ക് ആ കാര്യം പറഞ്ഞു വരുമ്പോൾ അതിനെ പൂർത്തിയാക്കാൻ ഒരു കാര്യം കൂടി പറയണം. അപ്പൊ ആയുർവേദത്തിലേക്ക് ഒരു രോഗി വരുമ്പോൾ
എപ്പോഴും ഒരു അവസാനത്തെ ചോയ്സ് ഒക്കെ എടുത്തിട്ടാണ് ആയുർവേദത്തിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു ആദ്യമേ ആയുർവേദം എന്ന് നമ്മളെല്ലാം പറയുന്നില്ല. ആദ്യമാണ് അത് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആ അവസ്ഥകളൊന്നും വരില്ല തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് ആ രോഗത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. വന്നിട്ട് ഇത്ര ദിവസമേ ആയുള്ളൂ, ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ മറ്റു പല ചികിത്സകളും കഴിഞ്ഞ് രോഗം ഭേദമാകാതെ ആയുർവേദത്തിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ സ്റ്റേജ് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി പഴകിയിട്ട് വരുമ്പോൾ ആ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത്. അതല്ല, ഒരു രോഗി ഒരു രോഗം വന്ന ഉടനെ ഫസ്റ്റ് കൺസൾട്ടേഷൻ എന്ന രീതിയിൽ ആയുർവേദത്തെ സമീപിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. വളരെ എളുപ്പത്തിൽ ഈ രോഗം മാറുകയും ചെയ്യും. സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുകയില്ല, കൃത്യമായി അതെ ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ടീച്ചർ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യമാണ്, ഈ ആയുർവേദം ചികിത്സിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കില്ലേ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന ഒരു ചോദ്യം. എല്ലാവരും തിരക്കാണല്ലോ, അപ്പൊ ഒരുപാട് സമയം എടുക്കില്ലേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവസാനത്തേക്ക് വെച്ചു എന്നുള്ളത്. ഒരുപാട് സമയം എടുക്കുന്നതിന്റെ കാരണവും അതാണ്. കാരണം രോഗം വൈകിയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് അത് വരുമ്പോൾ ചിലപ്പോൾ 6 മാസമോ 7 മാസമോ കഴിയും. അപ്പൊ അത്രയും പഴക്കമുള്ള രോഗത്തെ ചികിത്സിച്ചെടുക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അതേ രോഗം അല്ലെങ്കിൽ രോഗി നമ്മുടെ മുന്നിൽ ആ രോഗം വന്നിട്ട് 3 ദിവസം കഴിയുമ്പോഴാണ് വരുന്നതെങ്കിൽ, സ്റ്റേജിലാണ് വരുന്നതെങ്കിൽ അത്രയും ദീർഘനാളത്തെ ചികിത്സയുടെ ആവശ്യമില്ല. അത് രോഗത്തിന്റെ തുടക്കമാണ്. ചികിത്സിച്ച ഉടനെ 10-15 ദിവസം കൊണ്ട് മാറുന്ന ഒരു രോഗമായിരിക്കും. ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ എനിക്ക് ആ ചോദ്യം ഉപകരിച്ചു. ആയുർവേദ ചികിത്സാ രംഗത്തെ ഒട്ടനവധി തെറ്റിദ്ധാരണകൾ മാറ്റാൻ, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റാൻ, ആശങ്കകൾ മാറ്റാൻ ഈ വീഡിയോ ഉപകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ ഒരുങ്ങിയത്. ഇനി ഈ വീഡിയോ കാണുമ്പോൾ വീണ്ടും ധാരാളം സംശയങ്ങൾ കമന്റ് രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംശയങ്ങൾ വരികയാണെങ്കിൽ വീണ്ടും ഞാൻ ഡോക്ടറെ സമീപിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ ആയുർവേദ ചികിത്സാ രംഗത്തെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.